ഹലോ ഗൈസ്, NH ടൂറിസം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ മഴയൊക്കെ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാണ്. കുറച്ച് വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം മരുത്തടിയിലുള്ള ആൻ്റണി സാറിൻ്റെ വീട്ടിലാണ്. ആൻ്റണി സാറിനെ നിങ്ങൾക്ക് ഇതിനു മുമ്പും പരിചയമുണ്ടായിരിക്കും. നമ്മൾ ഒരു ഇലക്ട്രിക് കാറിനെ പറ്റിയുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വണ്ടി അന്ന് ചെയ്ത വീഡിയോയിലുള്ള ഒരു വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണും. ഇപ്പം അതിൻ്റെ കളറൊക്കെ മാറ്റി ഒരു പിങ്ക്, ഒരു വയലറ്റ് കളറായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പം നല്ല അടിപൊളി ഒരു ബ്രൗണിഷ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റൊക്കെ മാറ്റി താറുന്ന ലൈറ്റൊക്കെ കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാൻ തീർച്ചയായിട്ടും ലിങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാണുക. ഇന്ന് ഞാൻ നിങ്ങളേക്ക് എത്തിക്കുന്ന ആൻ്റണി സാറിൻ്റെ മറ്റൊരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആൻ്റണി സാറിനെ പരിചയപ്പെടാം, അദ്ദേഹത്തിൻ്റെ പുതിയ വർക്ക് എന്താണെന്നും പരിചയപ്പെടാം. അതുപോലെ നമുക്ക് ഈ വണ്ടിയുടെ എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് നോക്കാം. വാ, അപ്പോൾ നമുക്ക് ആൻ്റണി സാറിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കാം. സാർ, നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആൻ്റണി സാറ്. ബിഷപ്പ് ജോറാൻ നാളിലായിരുന്നു സാറിൻ്റെ ഓഫീസാണ്. ഇങ്ങനെ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ് ഞങ്ങൾ. അപ്പം ഈ വണ്ടിയെ പറ്റിയും അവിടെയുള്ള ഒരുപാട് പേർക്ക് നല്ല അഭിപ്രായമായിരുന്നു ഈ വണ്ടിയെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആൻ്റണി സാറിനെ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ആൻ്റണി സാറിനെ പരിചയപ്പെട്ടിരുന്നു. അതുപോലെ ആൻ്റണി സാറിൻ്റെ പുതിയൊരു വർക്ക് കൂടെ കഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പരിചയപ്പെടും. അപ്പോൾ സാറേ, ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, എന്തൊക്കെയാണ്? അപ്പോൾ ഈ പഴയ വണ്ടിയുടെ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നടക്കുന്നത്? ആദ്യം നമുക്ക് അത് പറയാം. കാര്യം നമ്മൾ തുടങ്ങിയ ഈ വണ്ടി എന്നാണല്ലോ. അതെ. അപ്പോൾ ഈ വണ്ടിക്ക് എന്തൊക്കെ അപ്ഡേറ്റ്സ് നടത്തി, പുതിയ വണ്ടിയുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെ? അപ്പോൾ ഒന്നാണ് ഇപ്പോൾ കളറൊക്കെ മാറ്റിയായിരുന്നല്ലോ ഇതിൻ്റെ. പഴയ വണ്ടി നമുക്ക് ഇപ്പോൾ 6-7 വർഷമായി. 2018 അപ്പോൾ 7 വർഷമായി. അപ്പോൾ അന്നേരം കളറൊക്കെ ഒന്ന് ഫെയ്ഡായി. അപ്പോൾ അന്നേരം നമ്മൾ ഒന്ന് കളർ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കി. പിന്നെ എൻ്റെ ബാക്കിൽ ലൈറ്റ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കി. മുമ്പ് റൗണ്ട് കളർ ലൈറ്റ് ആയിരുന്നു. മുമ്പ് പിന്നെ ബെൻസിന്റെ ലൈറ്റ് ആയിരുന്നു. ബെൻസ് ലോറിയുടെ ലൈറ്റ് ആയിരുന്നു. കുറച്ച് വലുതായിരുന്നു. അപ്പൊ ഇതിനൊരു കോമ്പാക്ട് ആയിട്ടുള്ള വളരെ നല്ല അട്രാക്റ്റീവ് ലൈറ്റ് ആണ്. ലൈറ്റ് ആക്കി. പിന്നെ ബാക്കി ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ, റണ്ണിങ് കണ്ടീഷൻ ഒക്കെ ബാക്കിയല്ല സെയിം തന്നെ. വേറെ ഫ്രണ്ടിലും ബാക്കിലും വേറെ ഡിസൈനോ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ സാർ ഇത് റൈഡ് ചെയ്യാറുണ്ടോ? റൈഡ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ജെറോമിലോട്ടൊന്നും വരാത്തത് കൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് ഈ വണ്ടിയെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അതായിരുന്നു. അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണാം. അപ്പോൾ നമുക്ക് പുതിയൊരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞത് എന്താണ് സാറേ? ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് അതിനെ പറ്റി ഇൻട്രൊഡക്ഷൻ പറയാമോ? ഞാൻ ഈ 2018 ഈ വണ്ടി ഇറക്കിയത്. അപ്പൊ അന്ന് യഥാർത്ഥത്തില് ടാറ്റ പോലും ഇലക്ട്രിക് കാർ ഇറക്കി. അത് ശരി, ആ സമയത്തൊക്കെ അത്രയും ഒരു പൈനിയർ വർക്കായിരുന്നു. അപ്പൊ അന്ന് എനിക്കൊരു സാധാരണ ഇവിടെ അന്ന് അതിന്റെ കോമ്പോണൻസ് ഒന്നും കിട്ടുന്നില്ല. എല്ലാം ഡൽഹിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വരുത്തുകയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് എനിക്കൊരു 4 ലക്ഷം രൂപ ഈ വണ്ടിക്കായി. ഫസ്റ്റ് വണ്ടിക്കായി. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് എനിക്ക് വന്നത് പിന്നെ ഈ വികലാംഗരിൽ നിന്നാണ്. അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആണ് ഈ വണ്ടി. മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ അവർക്ക് യാത്ര ചെയ്യാം. ഒരാൾക്ക് യാത്ര ചെയ്യാൻ വളരെ സുഖം. പിന്നെ ബാക്കി ഭാര്യ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ബാക്കി ഇരിക്കാം. അങ്ങനെയൊക്കെയുള്ള അവർക്ക് അങ്ങോട്ട് ഇലക്ട്രിസിറ്റി പെട്രോൾ ചെലവില്ലാതെ ചാർജ് ചെയ്ത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇതിന് ഇത്രയും കോസ്റ്റ് ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് അങ്ങ് പുറന്നോട്ട് പോയി. 4.5 ലക്ഷം രൂപ അവർക്ക് താങ്ങാൻ പറ്റാൻ. കാരണം അവർക്കിപ്പം ഈ ഗവൺമെന്റ് ഒക്കെ അവർക്ക് കൊടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയുടെയൊക്കെ 3 വീലുള്ള സ്കൂട്ടർ അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു 1.5 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിന്റെ വണ്ടികളെ അവർക്ക് താങ്ങാൻ പറ്റും. അപ്പൊ പക്ഷെ ഈ വണ്ടി പോലും യഥാർത്ഥത്തിൽ ഒരു ഫാക്ടറി സ്റ്റൈലിൽ ഇത് നിർമ്മിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-2.5 ലക്ഷം രൂപയ്ക്കകത്ത് നിർമ്മിക്കാൻ പറ്റും. അത്രേ വരത്തുള്ളൂ. മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 ലക്ഷം രൂപയ്ക്കകത്ത് ഇറക്കാം. അന്നേരവും അവർക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് കുറച്ചും കൂടെ കോസ്റ്റ് കുറച്ച് വളരെ കോമ്പാക്റ്റ് ആക്കി എവിടെല്ലാം നമുക്ക് അധിക ചെലവ് വന്ന് അതെല്ലാം ശരിക്കും പഠിച്ചിട്ട് ഞാനൊരു പുതിയ വണ്ടി ഈ സെഗ്മെന്റിനും അല്ലെങ്കിൽ ഈ ഒരു സ്കൂട്ടറിന്റെ ബഡ്ജറ്റ് ഉള്ള ഒരാൾക്ക് പറ്റിയ ഒരു ഇലക്ട്രിക് കാർ ആ ഒരു കോൺസെപ്റ്റ് വന്നിട്ട് ആ രീതിയിൽ ഞാനൊരു പുതിയ വണ്ടി ഡിസൈൻ ചെയ്ത് അങ്ങനെ 2-3-4 വർഷമായി ഇതിന്റെ പണി തുടങ്ങിയിട്ട്. പക്ഷെ വളരെ സ്ലോയിലായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കോവിഡ് വന്ന് അങ്ങനെയൊക്കെ വന്നിരുന്നത്
അതങ്ങ് പണിയെല്ലാം അങ്ങ് മുടങ്ങി. പിന്നെ അങ്ങനെ പതുക്കെ ആണെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതെനിക്ക് 1 ലക്ഷം രൂപ ആ വണ്ടിക്ക് ആയുള്ളൂ. അപ്പൊ അത് തന്നെയും ഒരു ഏതെങ്കിലും ഫാക്ടറിക്കാർ മുമ്പോട്ട് വന്നിട്ട് ഇത് മാസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഐഡിയയും കാര്യങ്ങളൊക്കെ സാറ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേറെ പ്രശ്നം നമുക്ക് ഷെയർ ചെയ്യാം. അത് യാതൊരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ സാറിന്റെ ബേസിക് ആയിട്ട് സാറിന്റെ ക്വാളിഫിക്കേഷൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇലക്ട്രിക് എഞ്ചിനീയർ ആണ് സാർ. സ്വന്തമായിട്ട് പറയാം എന്തൊക്കെയാണ് ക്വാളിഫൈഡ് ആണെന്നുള്ളത് സാർ. അപ്പൊ അതിൻ്റെതായ ആ ഒരു ടെക്നോളജി പഠിച്ച കാര്യങ്ങൾ മൊത്തം സാർ ഇത് പ്രാബല്യത്തിൽ വരുത്തി, അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങൾ സാർ നടത്തുന്നുണ്ട്. ഇവിടെ മാത്രമല്ല വീട്ടിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ സാർ ചെയ്ത് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് സാർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? അതായത് ഞാൻ അമേരിക്കയിൽ നിന്ന് MBA കഴിഞ്ഞു. അപ്പൊ ഞാൻ ബേസിക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ല, അമേരിക്കയിൽ നിന്ന് MBA കഴിഞ്ഞു. ഞാനൊരു പിന്നെ അവിടെ ഒരു ബാങ്കിലും മാനേജറായിട്ട് വർക്ക് ചെയ്ത അമേരിക്കയിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ബിഷപ്പ് ജെറോം നഗറിൽ 10-30 വർഷമായിട്ട് ഞാൻ ആദ്യമേ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഞാൻ കരിയർ കൺസൾട്ടിംഗ് ആണ് എന്റെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ട്. ഒപ്പം ഞാനൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ, ഞാനൊരു പരിസ്ഥിതി സ്നേഹിയാണ്. അപ്പോൾ പിന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത വാഹനങ്ങൾ, അതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. ഞാൻ എൻ്റെ 20 കൊല്ലത്ത് ആദ്യമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നത് ഞാനാണ്. 1900 എനിക്ക് തോന്നുന്നു 2006 2006 തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയത്. അന്ന് കൊല്ലത്ത് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഓഫീസ് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ എനിക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ എൻ്റെ ഓഫീസിൽ പോകാൻ ഉള്ള ഒരു ഇലക്ട്രിക് വാഹനം, ഒപ്പം തന്നെ വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. കാരണം ഇപ്പോൾ ഒരാൾ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന ഒരു SUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റാണ്. അത് റോഡിലെടുക്കുന്ന സ്പേസ്, അത് പാർക്കിങ്ങിന് എടുക്കുന്ന സ്പേസ്, അത് എടുക്കുന്ന പെട്രോൾ കൺസംഷൻ, ഇതെല്ലാം തന്നെ അന്തരീക്ഷത്തെയും മലിനമാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഒരാളാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കത്തക്ക ഒരു കോമ്പാക്ട് വെഹിക്കിൾ, അതോ ഇലക്ട്രിക്കും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റോഡിൽ കുറച്ച് സ്ഥലമേ എടുക്കത്തുള്ളൂ, പാർക്കിങ്ങിന് കുറച്ച് സ്ഥലമേ എടുക്കൂ, വളരെ ചെലവും കുറവായിരിക്കും. അങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലോട്ട് വന്ന് അതിന്റെ ആദ്യത്തെ കാറാണെങ്കിലും ഇപ്പൊ ഇതാണെങ്കിലും സെയിം കോൺസെപ്റ്റ് ആണ്. 1 പേഴ്സൺ വെഹിക്കിൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ 1 പേഴ്സൺ മൊബിലിറ്റി എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ അതിനകത്ത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 1 പേഴ്സൺ മൊബിലിറ്റിയാണ്, ഒപ്പം വളരെ ചെലവും കുറവാണ്. അപ്പൊ നമുക്ക് ആ കാറൊന്ന് പരിചയപ്പെടുത്തിയാലോ എന്താന്നുള്ളത് പറഞ്ഞിരിക്കുന്ന വണ്ടി അല്ലേ? എന്തൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്, എന്താണ് ഫുൾ സാറിന്റെ ഐഡിയ ആണോ, എന്തൊക്കെയാണ്? ഇത് ഒന്നാമത് ബേസിക് ആയിട്ട് ഇതൊരു 3 വീലറാണ്. നമ്മുടെ നാട്ടിലുള്ള ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു വീലും ബാക്കിൽ 2 വീലും. അതെ. അപ്പൊ അതിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ 2 വീലർ ഓടിക്കുന്ന ഒരാൾക്ക് അത് ഓടിക്കാൻ പറ്റത്തില്ല. അതിപ്പോ ഒരു പ്രത്യേക ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ഓട്ടോറിക്ഷ ഓടിക്കാനൊക്കത്തുള്ളൂ. അത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ നമ്മൾ പോയി പഠിച്ചെങ്കിലേ അത് ഓടിക്കാനൊക്കത്തുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ഒരു ബൈക്കോ സ്കൂട്ടറോ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഇത് സാറ് സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ച് എനിക്ക് ബോഡി ബിൽഡിങ്ങിനൊക്കെ എനിക്ക് വേറെ ആൾക്കാർ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ വെൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയുള്ള ഈ ബോഡി ബിൽഡിങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ എനിക്ക് വേറെ സഹായമാണ്. വിശ്വനാഥ മേശ്രി എന്ന് പറയുന്ന ഒരു അടുത്തൊരു വർക്ക്ഷോപ്പിലെ ഒരു വലിയ മേശ്രി ഉണ്ട്. പുള്ളിയാണ് എന്നെ ബോഡി ബിൽഡിങ്ങിനെല്ലാം സഹായിച്ചത്. എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് അലൂമിനിയം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലൂമിനിയം ഷീറ്റ്. ഫ്രണ്ടിൽ നമുക്ക് അക്രിലിക് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്ലാസിന് പകരം. പിന്നെ ഈ ബോഡി മൊത്തം അത് അലൂമിനിയമാണ്. പിന്നെ ഇതിനകത്ത് GI പൈപ്പുകളാണ് ചേസിന് ഉപയോഗിച്ചിരിക്കുന്നത്. GI പൈപ്പുകൾ. ഓക്കെ. പിന്നെ ഇത് ടയർ കാര്യങ്ങളൊക്കെ? ടയർ എന്ന് പറയുന്നത് ഫ്രണ്ടിലെ 2 ടയറും ഈ TVS 50 എന്ന് പറയുന്ന വണ്ടിയുടെ ടയറും, ബാക്കില് അതിനേക്കാൾ കുറച്ചുകൂടി വലുത് ബാക്കില് ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിന്റെ ടയർ. ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ സെയിം. ബ്രേക്കിംഗ് സിസ്റ്റം 2 വീലറിന്റെ അതേ ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ഓക്കെ. അകത്തോട്ടൊന്ന് കാണിക്കാൻ നോക്കുക എന്തൊക്കെയാന്നുള്ളത്. അപ്പുറത്തോ സാർ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ സിസ്റ്റം എന്തൊക്കെയാണെന്ന് ഇതിനകത്ത് നമ്മൾ മറ്റേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ലിഥിയം അയൺ ബാറ്ററിയും
ലെഡ് ആസിഡ് ബാറ്ററിയും രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും 2 വീലറിന്റെ ബാറ്ററിയാണ്. അതുകൊണ്ട് ഒരു 30,000 രൂപയ്ക്കകത്ത് 2 ബാറ്ററിയും കൂടെ എനിക്ക് മേടിക്കാൻ സാധിച്ചു. രണ്ടും അറ്റ് ടൈമിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്ന് തീരുമ്പോഴത്തേക്ക് ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തതിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ചാർജിങ് ആകുമ്പോഴത്തേക്ക് എങ്ങനെ? ചാർജിങ്ങും അതേ കണക്ക് തന്നെ. ആ സ്വിച്ച് വഴി നമുക്ക് ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ സ്വിച്ചിലോട്ട് കൊടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരെണ്ണം ഫുൾ ആയതിനു ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സ്വിച്ച് അങ്ങോട്ട് മാറ്റി മറ്റേ സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് മറ്റേലോട്ട് ചാർജ് ചെയ്യാം. മോട്ടർ എത്രയാണ്? 800 വാട്ട്സിന്റെ മോട്ടറാണ് ഉപയോഗിച്ചത്. അത്ര ആവശ്യമില്ല, കാരണം ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ അതേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ വേറെ 200 വാട്ട്സിന്റെ ഒക്കെ മോട്ടർ ആദ്യമേ ഞാൻ ട്രൈ ചെയ്തു. അത് അന്നേരം ഈ കയറ്റം കയറുന്ന പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ 800 വാട്ട്സിന്റെ മോട്ടർ കൊടുത്തു. മാക്സിമം എത്ര നമുക്ക് ലോഡ് നമുക്ക് ഇതിനകത്ത് 2 പേർക്ക് ഇരുന്നാലും ഈ 800 വാട്ട്സ് അത് വലിക്കും. പക്ഷേ ഇതിനകത്ത് സീറ്റ് ഒരാൾക്കല്ലേ ഉള്ളൂ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് ബാക്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഇങ്ങോട്ടാ ഓടുന്നത്. ഫ്രണ്ടിൽ 2 ടയറും ബാക്കിൽ 1 ടയറും. അപ്പൊ ഇത് 2 ടയറുള്ള ആ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ സ്പീഡോമീറ്റർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? സ്പീഡോമീറ്റർ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഹോൺ ഉണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്. ഹെഡ്ലൈറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. വൈപ്പർ നമ്മൾ മാനുവലായിട്ടുള്ള വൈപ്പർ അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അത്ര സ്പീഡിൽ പോകുന്നില്ല. പിന്നെ ഇതിന് നിയമവശമായിട്ട് എന്തെങ്കിലും? നിയമവശമായിട്ട് എന്ന് വെച്ചാൽ നമ്മള് ഈ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ ഒരു നിയമമുണ്ട്. 25 കിലോമീറ്റർ മാക്സിമം സ്പീഡാണെങ്കിൽ അതിന് മറ്റേ റോഡ് ടാക്സ് ഇല്ല, മറ്റേ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സാം. എത്ര സ്പീഡ് മാക്സിമം? മാക്സിമം സ്പീഡ് 25 കിലോമീറ്റർ ആണ്. അത് കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് നമ്മളത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 25 തന്നെ വെച്ചിരിക്കുക. 25 മേലോട്ട് പോകത്തില്ല. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസിന്റെയും ബാക്കിയുള്ള ഈ മറ്റേ മോട്ടോർ വെഹിക്കിൾ പ്രകാരം ഇത് 25 താഴെ പോകുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം നമ്മുടെ 25 കിലോമീറ്റർ സ്പീഡുള്ള സ്കൂട്ടറിന് ഇതൊന്നും ബാധകമല്ലല്ലോ. അതുകൊണ്ട് ആ നിയമം തന്നെ ആയിരുന്നു. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അതിന്റെ ഒരു ഓർഡർ ഉണ്ട്. അതായത് എനി ഇലക്ട്രിക് വെഹിക്കിൾ വിത്ത് എ മാക്സിമം സ്പീഡ് ഓഫ് 25 കിലോമീറ്റർ ഈസ് കൺസിഡർഡ് ആസ് എ ബൈസിക്കിൾ and exempt from all the formalities. അപ്പൊ ഇത്ര 25 താഴെയുള്ളവരെല്ലാം ഇതൊന്ന് എക്സെപ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അപ്പൊ അതിന്റെ ഒരു നിയമവശം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് റൈഡ് ചെയ്ത് കാണിക്കാം. തീർച്ചയായും. അപ്പോൾ വണ്ടി അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ്. നമുക്ക് ഇനിയിപ്പം ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. തുറന്നു വന്ന് അപ്പോൾ ഇതാണ് അപ്പം സാറ് ഡിസൈൻ ചെയ്ത പുതിയ വണ്ടി എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാറേ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്കിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ആർക്കെങ്കിലും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാറിന് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിൽ പ്രശ്നമൊന്നുമില്ല? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാറിന് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ചെയ്യാനോ അതല്ലെന്നുണ്ടെങ്കിൽ കോളേജ് സ്കൂളുകളിൽ പഠിക്കുന്ന ആർക്കെങ്കിലും പിന്നെ പോളിയിലോ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സാറിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കാം. കമ്പൗണ്ട്സ് ഒക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചതും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി എന്തെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാലും സാറിന് സപ്പോർട്ട് ചെയ്യാൻ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഞായറാഴ്ചയായിട്ട് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും ഈ വണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സാറ് നല്ലൊരു
സമയം തന്നതിനും ഒരുപാട് താങ്ക് യു. ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മഴയില്ല. മഴയില്ല, അതാണ് 2-3 ദിവസമായിട്ട് നല്ല മഴ. ഇന്ന് 1-ാം തീയതിയാണല്ലേ? 1-ാം തീയതിയാണ്. അപ്പം പുതിയ മാസവുമാണ്. അപ്പൊ 1-ാം തീയതിയാണ്, ഇന്ന് മഴയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സാറിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം എന്ന് വിചാരിക്കുന്നു. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.